നമസ്കാരം. രാജ്യം കുറെ ഇംപീച്ച്മെന്റ് ഒക്കെ കണ്ടതാണ്. ഏറ്റവും പുതിയൊരു ഇംപീച്ച്മെന്റ് വരുന്നത് ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ജഡ്ജിക്കെതിരെ രാജ്യസഭയിൽ അതിനുള്ള മൂവ്മെന്റ് നടത്തി കഴിഞ്ഞു. VHPയുടെ യോഗത്തിൽ ചെന്ന് രാജ്യത്തെ ഭരണഘടനയെ പോലും നിന്ദിക്കുന്ന തരത്തിൽ എന്താണ് ഇന്ത്യ എന്നതിനെ കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഒരു ജഡ്ജി കസേരയിൽ ഇരിക്കുന്ന ഒരു മാന്യൻ നടത്തിയ ആ പ്രസംഗം ഉണ്ടല്ലോ, അതിനെതിരെ ഇന്ന് രാജ്യത്ത് ഉടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്ക് ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന വിശ്വാസം, അതുപോലും നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ള നിലയിലേക്ക് ആ ഒരൊറ്റ സംഭവം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രസക്തമായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി രാജ്യസഭയിൽ ഈ പറയുന്ന ഇംപീച്ച്മെന്റ് വന്നോ വന്നില്ലേ എന്നുള്ളതിനപ്പുറം, രാജ്യസഭയിൽ അത് പാസ്സാകുമോ പാസ്സാകില്ലേ എന്നതിലപ്പുറം അതിന് ചോദ്യം ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ആ ഇംപീച്ച്മെന്റ് പ്രമേയം തരുന്നുണ്ട്. എന്താ നടന്നതെന്ന് അറിയാമോ? VHPയുടെ ഒരു യോഗത്തിൽ, VHP വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ജഡ്ജി കടന്നു ചെന്ന് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതാണ്. ഇന്നിപ്പം അത്തരം സംഘടനകളുടെയൊക്കെ വേദിയിൽ പോയി സംസാരിക്കുന്നതിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ യാതൊരു തടസ്സവുമില്ല എന്നുള്ള തരത്തിൽ നിയമം പാസാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോടതി വിധി വന്ന പശ്ചാത്തലത്തിലായിരിക്കണം ഈ പറയുന്ന ജഡ്ജും ശേഖർ കുമാർ യാദവും ഈ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജാണ്. പാസ്സാക്കിയത് തന്നെ പോയി പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്, വാദങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെ, ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അവസരം ഉപയോഗിക്കാൻ വേണ്ടി പാസ്സാക്കിയതാണ്. അത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. അയാൾ പോയി പറഞ്ഞത് ഇത് ഹിന്ദു രാജ്യമാണ്, അന്നേരം കരണത്തടിക്കേണ്ടതാണ് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഹിന്ദു രാജ്യമാണ്, ഇവിടെ ഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കും, ആ നിയമം നടപ്പാക്കും, അത് മറ്റുള്ളവർ അനുസരിക്കണം എന്നുള്ള തരത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത്, അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രധാന സ്തംഭങ്ങളായിട്ടുള്ള 3 സ്തംഭങ്ങളിലൊന്നായ ജുഡീഷ്യറിയുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ പരസ്യമായി വലിച്ചു ചീന്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, എന്നിട്ടത് സോഷ്യൽ മീഡിയയിലാകെ വൈറലാണ്. എന്താ പറയുന്നത്, എന്താണ് ഈ രാജ്യം എന്നറിയാതെ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ നേതാക്കൾ, സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. എന്താണ്, ഇന്ത്യയുടെ ഭരണഘടന വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ ഭരണഘടനയുടെ അന്തസത്ത നിലനിൽക്കുന്നത് മതേതരത്വത്തിലാണ്, മതനിരപേക്ഷതയിലാണ്. ആ മതനിരപേക്ഷതയിൽ ഊന്നിയിട്ടുള്ള ഭരണഘടനയ്ക്ക് അതിന്റെ ആമുഖത്തിൽ മതേതരത്വം ഉള്ള രാജ്യമാണ് ഇന്ത്യ, ഒരു മതേതര ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക് ആണ് എന്ന് ആമുഖത്തിൽ എഴുതിയത് ഒരു തരത്തിലും അനൗചിത്യമുള്ള കാര്യമല്ല. അങ്ങനെയൊന്ന് അമെൻഡ് ചെയ്യാൻ ഇന്ത്യയിലെ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആ കേസ് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിധി വന്നതിന് അത് അധികമായിട്ടില്ല, അതിന് മഷി ഉണങ്ങിയിട്ടില്ല. ആ ഉത്തരവ്, സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പാണ് ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ് ഇത്തരത്തിൽ അതിന്റെ അന്തസത്തയെ കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ, അതിന്റെ ഓരോ ഇടളും ചീന്തി എറിയുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഏത് രാജ്യത്താണ് ഇതില് നമുക്ക് എനിക്ക് എടുത്തു പറയാനുള്ള വിഷയം, സാധാരണ രീതിയിലേക്ക് ഹിന്ദുരാഷ്ട്രമാണ്, ഹിന്ദുരാജ്യമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളില് നമ്മളെപ്പോഴും എന്താണ് പറയാ, ഈ മതപരമായ കാര്യങ്ങളൊക്കെ ശരിക്കും മനുഷ്യരിലേക്ക് കുത്തിവെക്കുക, അല്ലെങ്കിൽ മതരാജ്യമാണ് ഇത്, നമുക്കറിയാം മതരാജ്യം ഒരിക്കൽ പോലും വരാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മതരാജ്യങ്ങളും പറയാമല്ലോ, നമുക്ക് പല രീതിയിലേക്കുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. മതരാജ്യത്താണ് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെയധികം തിരിച്ചറിയേണ്ട വിഷയം തന്നെയാണ്. അപ്പോ ഇത്തരം രീതിയിലേക്ക് ശരി സാധാരണക്കാരന്റെ മനസ്സിൽ കുത്തിവെക്കുന്ന ഒരു രീതി, ഈ മതരാഷ്ട്രമാണ്, ഹിന്ദുരാജ്യമാണ്, മറ്റുള്ള ആ ഒരു സംഭവം ഉണ്ടാക്കിയ ചലനം ചെറുതൊന്നുമല്ല. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന രീതിയിലേക്ക് വരെ ഈ ഇത്തരം രീതിയിലേക്ക് മതരാജ്യം വേണം എന്ന് പറയുന്ന പാർട്ടിയുടെ അണികൾ തമ്മിൽ പല രീതിയിലേക്കും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് ശരിക്കും. അതിങ്ങനെ കുറേശ്ശെ രീതിയിലേക്ക് പറന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അതിന്റെ ടോപ്പസ്റ്റ് രീതിയിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ജഡ്ജിമാരിലേക്കൊക്കെ വരിക. അതായത് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഒരിക്കൽ പോലും എന്താണ് പറയാ, ഇവിടെ എത്തില്ല എന്ന് വിചാരിക്കുന്നത്, എത്തുമെന്നാണ്. ഞാനൊക്കെ എത്തുമെന്ന് വിചാരിച്ച ആളാണ്. കാര്യം ഇവിടെ എത്തിപ്പെടും, ഇത്തരം രീതിയിലേക്കുള്ള നിയമങ്ങൾ പാസ്സാക്കും, അവർക്ക് അനുയോജ്യമായ രീതിയിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കും, അവർക്ക് അനുയോജ്യമായ എന്ത് വേണോ അവർക്ക്. ഇപ്പൊ കഴിഞ്ഞ തവണ ശരിക്കും ഒരു അടി ചെറുതായിട്ട് പറ്റിയത് 400 സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞാണ്. ആ 400 സീറ്റിൽ ജയിക്കാതിരുന്നാണ് ഒരു അടി മാത്രം വന്നത്. പക്ഷെ ഇപ്പൊ അവർ വീണ്ടും തല ഉയർത്തി തുടങ്ങി.
താങ്കൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷത്തെ രീതിയിലേക്ക് ഭരണത്തിലേക്ക് എത്ര പ്രശ്നങ്ങളാണ് വന്നത്. NRC അതുപോലെയുള്ള പല നിയമങ്ങളും വന്നു. അതും ഒക്കെ കെട്ടടങ്ങി എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ള വിഷയം, ഈ കേന്ദ്ര സർക്കാർ എപ്പോഴും ഭരിക്കുമ്പോ വികസനങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, മതമാണ് ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അല്ല, ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ചർച്ച എന്താ? പാർലമെന്റിൽ നടന്ന ചർച്ച ഭരണഘടനയെ കുറിച്ചാണ്. 2 ദിവസം ഭരണഘടനയെ സംബന്ധിച്ച് ചർച്ച നടന്നു. ആ ഭരണഘടനാ ചർച്ച പാർലമെന്റിൽ നടക്കുന്നു. ഞാനതാ പറഞ്ഞു വന്ന പോയിന്റ്, സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്തിയ 42ാം ഭരണഘടനാ ഭേദഗതിയെ തള്ളിക്കളയണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിധി വന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചർച്ച ഭരണകൂടത്തിന്റെ ഭാഗത്ത് പാർലമെന്റിലും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ തന്നെ ഈ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു, എന്താണ് കോടതി? ഇന്ത്യയിലെ ജുഡീഷ്യറി എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പം ബാബുവോട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ കഴിയാൻ അവകാശമുള്ള, അവന്റെ ആശയഗതികൾ പ്രചരിപ്പിക്കാൻ അവകാശമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മതരാഷ്ട്രമാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിൽ പുലരുന്നതിന് തടസ്സമില്ല. അവർക്ക് ജീവിക്കാം, അവരുടെ ആശയം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാം, അതിലൊന്നും തടസ്സമില്ല. പക്ഷേ ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ് എന്ന് ഒരു ജഡ്ജ് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോടതി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി. ഇവിടുത്തെ പാർലമെന്റിനകത്ത് പോലും ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇപ്പൊ പൗരത്വത്തെ സംബന്ധിച്ച് ബാബു പറഞ്ഞല്ലോ, പൗരത്വത്തെ സംബന്ധിച്ച് നിയമം പാസാക്കി, ലോക്സഭയിലും പാസാക്കി, രാജ്യസഭയിലും പാസാക്കി. വളരെ വൈകാതെ തന്നെ, ഒരു പരിശോധനയും നടത്താതെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതി അതിൽ തുല്യം ചാർത്തുകയും ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരികയും ചെയ്തു. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, പാർലമെന്റിൽ പാസാക്കിയ നിയമത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് 100-ലധികം റിവ്യൂ പെറ്റീഷനുകൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിധിയിൽ കിടക്കുകയാണ്. സുപ്രീം കോടതി അത് പരിശോധിച്ച് ഭരണഘടനാനുസൃതമാണോ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമം എന്ന് പരിശോധിക്കുകയും ഭരണഘടനാ ബെഞ്ച് അതല്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ആ പാർലമെന്റിൽ പാസാക്കിയ നിയമത്തെ പോലും തള്ളിക്കളയാനുള്ള ശക്തി ആർക്കുണ്ട്? ഇന്ത്യയുടെ ജുഡീഷ്യറിക്കുണ്ട്. ആ ജുഡീഷ്യറിയിൽപ്പെട്ട ഏറ്റവും ഉന്നതനായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർ ആ ഭരണഘടനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മഹത്തായ ഇന്ത്യയുടെ ജുഡീഷ്യൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ പ്രൊസീജിയറിനെ, അതിന്റെ ചരിത്രത്തെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെക്കാൾ ആശയവിനിമയം നടത്താനും അവരുടെ ആശയപ്രകാശനം നടത്താനും ഇന്ത്യ ഒരു മതരാഷ്ട്രം തന്നെയാക്കാനും ആർക്കും അവകാശമുണ്ട്. അതൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷെ അത് ഒരിക്കലും ഒരു ഓഫീസർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ പ്രത്യേകിച്ചും ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും അടിസ്ഥാന ഘടകം. ആ അടിസ്ഥാന മൂല്യത്തെയാണ് ഈ പറയുന്ന ജഡ്ജ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്, പിച്ചിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലേക്ക് വേദനാജനകമാണ്. കാര്യം എല്ലാവരെയും ഉൾക്കൊണ്ടുപോകണം, നല്ല രീതിയിലേക്ക് എല്ലാവരും എന്താണ് പറയാ, കഷ്ടപ്പാടില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ വലിയ രീതിയിലേക്ക് എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. കാര്യം ഇത്തരം രീതിയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം, മൈത്രേയൻ പറഞ്ഞ പോലെ കക്കൂസിൽ എഴുതുന്ന വാക്കുകളാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലേക്ക് നാണക്കേട് തന്നെയാണ് ഇന്ത്യക്ക്. കാര്യം ഇത് ഈ മണ്ടം പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ മനസ്സിലാക്കാം, മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മഹാത്മാഗാന്ധി കയറിയിട്ടില്ല. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളുടെ ആത്മാവ് പേർന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. അദ്ദേഹം പറഞ്ഞത് എന്താണ് ജനാധിപത്യം? ആ ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അത് കേൾക്കുന്നതും അത് ഗൗരവമുള്ളതാണ് എങ്കിൽ ഭൂരിപക്ഷം എന്ത് പറയുന്നു എന്നുള്ളത് നോക്കേണ്ടതില്ല. ആ ഒരു ശബ്ദത്തെ പോലും പരിഗണിക്കുന്നതാവണം ജനാധിപത്യം എന്ന് പറഞ്ഞ ആശയമുള്ള ഒരു രാജ്യത്ത് ഭൂരിപക്ഷം പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അയാൾ ഇംപീച്ച് ചെയ്താൽ മതിയോ ബാബു? അയാൾ ഇംപീച്ച് ചെയ്താൽ മതിയോ? അയാൾ ആ നിമിഷം അയാളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. അതിനുള്ള തന്റെ ഇടം ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ന്യായാധിപ കസേരയിൽ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏത് സാധാരണക്കാരന് ന്യായവും നീതിയും നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരാൾക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിച്ച് വീണ്ടും അയാളുടെ കർമ്മത്തിൽ നിരതനാകുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുമ്പോൾ എന്ത് സൂചനയാണ്, എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അത് നൽകുന്നത്? അയാളെ ആ നിമിഷം പുറത്താക്കണം എന്നാണ് യഥാർത്ഥത്തിൽ. എന്തിനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രഥമ പൗരനാണ് എന്നൊക്കെ പറയുന്നത്? അദ്ദേഹത്തിന് ചില അധികാരങ്ങളുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എന്താണ് അധികാരം?
അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ ഗൗരവതരമായിട്ടുള്ള നിലയിലേക്ക് രാജ്യത്തെ ജുഡീഷ്യൽ സമ്പ്രദായം നമ്മൾ കണ്ടു. ബാബരി മസ്ജിദിനെ സംബന്ധിച്ച വിധി അത് പ്രഖ്യാപിച്ച ആ ബെഞ്ചിലുള്ള ഒരു പ്രധാനപ്പെട്ട പിന്നീട് ചീഫ് ജസ്റ്റിസായി അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു നല്ലൊരു വിധി കൊടുക്കുക എന്റെ മുമ്പിൽ തെളിയാൻ. അങ്ങനെയുണ്ടല്ലോ, ഒരു വിധി എന്റെ നാവിൽ വിളയാടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ജുഡീഷ്യൽ ഓഫീസർമാരുള്ള സുപ്രീം കോടതി ഈ രാജ്യത്ത് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അവർ ഏത് ഭരണഘടന തൊട്ടാണ് സത്യം ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ് അവരവരുടെ ഇരിപ്പിടങ്ങളിൽ അമർന്നിരിക്കുന്നത്? ഈ രാജ്യം കടന്നു പോകുന്ന വളരെ ഭീതിതമായ ഒരു അവസ്ഥയെയാണ്, ജുഡീഷ്യറിക്ക് സംഭവിച്ച വലിയ തോതിലുള്ള അപജയമാണ് ഈ ശേഖർ കുമാർ യാദവിനെ പോലുള്ള ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള വിടുവായത്വം എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന് അർഹിച്ച നടപടി ഇന്ത്യൻ ജനാധിപത്യം നൽകുന്നില്ലെങ്കിൽ ദൂരവ്യാപകമായി വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കാണുന്നു പല ക്ഷേത്രങ്ങൾ, പല ആരാധനാലയങ്ങളുടെയും അടിത്തറ മാറ്റുന്നതിന് സർവേ ഉത്തരവ് കൊടുക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ജഡ്ജിമാർ മാറുന്നു. ഒടുവിൽ സഞ്ജീവ് ഖന്ന ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അതെല്ലാം നിർത്തിവെക്കണം എന്നുള്ള രീതിയിൽ ഭാഗ്യവശാൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാട് ആകുന്നതിന് ഇപ്പോൾ ചെറിയൊരു വിരാമം വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റും. ഞാൻ പറയുന്നത് ജുഡീഷ്യറി വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന സംവിധാനം, ഭരണഘടന പുലരുന്നതിന് ഇന്ത്യൻ ജുഡീഷ്യറി വളരെ നിർണായകമാണ്. തീർച്ചയായും അത് ആ നിലയിൽ പോയാൽ മാത്രമേ ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിൽക്കുകയുള്ളൂ. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരാളുടെ പെരുമാറ്റം മാത്രമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത് അല്ലേ? അതുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. കാര്യം നല്ല രീതിയിലേക്കുള്ള ജനങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നല്ല രീതിയിലേക്ക് പല ആളുകളുണ്ട്. തീർച്ചയായും നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഇന്ത്യ വീണ്ടും നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.